ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ഡ്രാമ എക്സ്പ്ലെയിനർ. ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് സാവുൻ്റെയും ഹിജുവിൻ്റെയും ഡ്രസ്സും ബാക്കി ഐറ്റംസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സാവുൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ. അത് കാണിച്ചുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് തുടങ്ങുന്നത്. ഹീജുവിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന സമയത്ത് അവളുടെ റൂമിൽ നിന്ന് അവനൊരു ഫോട്ടോ കിട്ടുവാണ് കേട്ടോ. അത് ഏത് ഫോട്ടോയാണെന്നറിയോ? കുഞ്ഞതായിരിക്കുമ്പോൾ അവരൊരു പാർക്കിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, ഹീജുവും മീനയും അവളുടെ അനിയനും കൂടെ. ആ പാർക്കിൽ വെച്ച് ഐസ്ക്രീം ഒക്കെ കൈ പിടിച്ചുകൊണ്ട് അവരെടുത്തൊരു ഫോട്ടോയാണ് കേട്ടോ അത്. ആ ഫോട്ടോയിലുള്ള കുട്ടി ഹീജുവിനെ നോക്കി സ്മൈൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സാവുൻ ആ ഫോട്ടോയിലുള്ള സോൾ ടവറൂടെ ശ്രദ്ധിക്കുന്നത്. അപ്പൊ ആ ഒരു ഫോട്ടോയിൽ നിന്നാണ് ഹീജുവിനെ പാർക്കിലേക്ക് കൊണ്ടുപോകാനും അവർക്ക് ഐസ്ക്രീം വാങ്ങി കൊടുക്കാനും അതിനുശേഷം സോൾ ടവറിലേക്ക് കൊണ്ടുപോയി സംസാരിക്കാനും ഒക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ സാവുന് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് മാത്രമല്ല, ഹീജുവും സാവുനുമായിട്ടുള്ള ആ ഒരു അടിപിടി ആ ടവറിൽ വെച്ച് തന്നെ അവർ സംസാരിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഹീജുവിനെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തിട്ടുണ്ട്. താൻ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഹീജു നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് സാവുൻ. ഇനി നമുക്ക് എപ്പോഴും വീട്ടിൽ നിന്ന് ഫുഡ് കഴിക്കണം ഒരുമിച്ച്. അങ്ങനെ ആവുമ്പോൾ വീട് പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക, ജയില് പോലെ ഫീൽ ചെയ്യില്ല എന്നവൻ പറയുന്നു. അതിന് ജയില് പോലെ എന്നാരാ പറഞ്ഞേ? ഞാനല്ലല്ലോ പറഞ്ഞേ, നീ അല്ലേ പറഞ്ഞേ. നിനക്ക് കുറ്റബോധം തോന്നിയതുകൊണ്ടാണ് നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നെ. നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, സാധാരണ ആളുകൾ ജീവിക്കുന്ന പോലെയാണോ നമ്മൾ ഇവിടെ 3 വർഷം ജീവിച്ചിട്ടുണ്ടായിരുന്നേ? വീട് പോലെ ആയിരുന്നില്ല എന്നുള്ളതൊക്കെ ശരി തന്നെയാ. ഒരു കോൾഡ് വൈബായിരുന്നു ഉണ്ടായിരുന്നെ. സംസാരിക്കാൻ പോയിട്ട് നമ്മൾ കണ്ണിലേക്ക് നോക്കുക പോലും ചെയ്യാറുണ്ടായിരുന്നില്ല. പിന്നെയല്ലേ ഒരുമിച്ച് കഴിക്കുന്നതും കിടക്കുന്നതും ഒക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് താൻ പറഞ്ഞത് എന്താണ് എന്ന് ഹീജു റിയലൈസ് ചെയ്യുന്നത്. അത്രയും നേരം മിണ്ടാതിരുന്ന സാവൻ ഇത് കേൾക്കുന്നതും ഓ അങ്ങനെയാണോ, ഒറ്റയ്ക്ക് കിടക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് പറയുവാണ് ചെയ്യുന്നത്. അത് പിന്നെ ഞാൻ അങ്ങനെയൊന്നുമല്ല ഉദ്ദേശിച്ചത് എന്ന് ഹീജുവും പറയുന്നു. സാവുൻ, എന്നെ സംബന്ധിച്ച് ഈ വീട് എനിക്ക് കോൾഡ് വൈബ് ഒന്നും ആയിരുന്നില്ല തന്നത്. എനിക്ക് ഈ വീട് വാമായിരുന്നു. ഞാൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജനലിലൂടെ ലൈറ്റ് കാണാറുണ്ടായിരുന്നു. നീ അവിടെ ഉണ്ട് എന്നത് എനിക്ക് നല്ലൊരു ഫീൽ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. വീട്ടിലേക്ക് വന്നതിന് ശേഷം നിന്നെ നോക്കുന്ന സമയത്ത് എന്റെ ചുറ്റുമുള്ള ശബ്ദവും സ്ട്രെസ്സും എല്ലാം മാറി എനിക്ക് സമാധാനമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ എന്റെ മേലെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവരുത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന് സാവൻ ചോദിക്കുന്നു. കുറെ മുന്നേ ഹീജു സാവന് വേണ്ടി ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്ത് അവനെ ഡാൻസിന് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് സാവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, എന്റെ മേലെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, എന്റെ മുന്നിൽ ഒരു പാവക്കുട്ടീനെ പോലെ ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലാന്ന്. അതിനെ കുറിച്ചാണ് അവനിപ്പോ ചോദിച്ചത് കേട്ടോ. അതാലോചിച്ചുകൊണ്ട് ഹീജു, അതെങ്ങനെ എനിക്ക് മറക്കാൻ പറ്റുക, എന്തൊരു ഹാർഷായിരുന്നു നീ എന്ന് അവനോട് പറയുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായതുകൊണ്ടായിരുന്നു ഞാൻ അത്രയ്ക്ക് ഹാർഷായിട്ട് നിന്നോട് പെരുമാറിയേ. ഒരുപക്ഷെ ഞാൻ അതുപോലെ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ അവസാനം ഒരുപാട് കരയേണ്ടി വരുമെന്ന് എനിക്ക് തോന്നി എന്നവൻ പറയുന്നു. എന്റെ മേലെ ഫീലിങ്സ് ഒന്നും ഉണ്ടാവരുത് എന്ന് പറഞ്ഞ സമയത്ത് തന്നെ സാവൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നീ എന്റെ പ്ലാനിന്റെ ഭാഗമായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ എന്റെ വഴിക്ക് കുറുക വരരുത് എന്ന് പറഞ്ഞത് ആലോചിച്ചുകൊണ്ട് ഹീജു, അപ്പോ എന്തായിരുന്നു നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുന്നു. സാവൻ ഒന്ന് ചിന്തിച്ചുകൊണ്ട് സമയമാവുമ്പോ നിന്നോട് പറയാം എന്ന് പറയുന്നു. ഹീജു ഒന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ ഞാൻ വരുന്നുണ്ടെന്നും പറഞ്ഞ് കിഡ്നാപ്പർ അയച്ച മെസ്സേജ് കാണിച്ചു കൊടുക്കുവാണ്. സാവൻ അത് നോക്കി, ഇതിനെ കുറിച്ച് ആലോചിച്ച് നീ വെറിയാവണ്ട, നമ്മൾ പെട്ടെന്ന് തന്നെ അവനെ ട്രാക്ക് ചെയ്യും. പിന്നെ ഈ ഫോണിന്റെ കാര്യം നമുക്ക് രണ്ടുപേർക്കും മാത്രമേ ഈ കാര്യം അറിയത്തുള്ളൂ, പോലീസിനും അറിയില്ല, മറ്റാർക്കും അറിയില്ല എന്നവൻ പറയുന്നു. ഞാനും ഈ കേസിൽ ഇൻവോൾവ് ആവുന്ന കരുതിയിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? ഇതെനിക്കൊരു വിഷയമല്ല, നമുക്ക് എല്ലാ കാര്യവും റിവീൽ ചെയ്യാം എന്ന് ഹീജു പറയുന്നതും സാവോൻ, എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് ഞാൻ തന്നെ സോൾവ് ചെയ്തോളാം, നീ വെയിറ്റ് ചെയ്യേ. അതുവരെ എടുത്ത് ചാടി ഓരോ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കരുത്, കൂടെ തന്നെ എന്റെ മുന്നിലല്ലാതെ ആരും മുന്നിലും സംസാരിക്കാനും നിൽക്കരുത് എന്നവൻ പറയുന്നു. ഹീജു അതിന്റെ റീസൺ ചോദിക്കുന്നു. സാവോൻ, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മുടെ കൂടെ തന്നെ ഉള്ള ആരോ ആണ്, അതെനിക്ക് ഉറപ്പാണ്, അതാരാണെന്ന് അറിയുന്നത് വരെ നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ എന്ന് പറയുന്നു. ഹീജു അത് സമ്മതിച്ചു കൊടുക്കുന്നു. ആ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ട് സാവൻ, സത്യം പറഞ്ഞ ഈ കോൾ ഇനി ഉണ്ടാവില്ലല്ലോ എന്ന് ആലോചിച്ച് എനിക്ക് വിഷമമുണ്ട്, സംഭവം അടിപൊളിയായിരുന്നു, ഈ കോൾ ചെയ്യുമ്പോൾ മാത്രം പൂച്ചക്കുട്ടിയിൽ നിന്നും പുലിക്കുട്ടിയായി മാറുന്ന ഹീജു എന്ന് കളിയാക്കിക്കൊണ്ട് അവൻ പറയുന്നു. അല്ല, നിനക്കൊരു 1.5 നൈറ്റ് ഡ്രസ് ഉണ്ടായിരുന്നില്ലേ, അതെവിടെ പോയി എന്ന് ചോദിച്ച് അവനെ ഇട്ട് വട്ടുകാക്കി ആ നൈറ്റ് ഡ്രസ് ഇല്ലേ അതെടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഹീജു, നിനക്കെന്തിനാ അത് എന്ന് വെച്ച് അവനെ പിടിച്ചു വെക്കാൻ നോക്കുവാണ്. അതുകൊണ്ട് തന്നെ സാവൻ അവളുടെ റൂമിലേക്കുള്ള പോക്ക് ക്യാൻസൽ ചെയ്ത് അവളെ കൊണ്ട് ബാക്ക് ഹഗ് ചെയ്യിപ്പിക്കുന്നു. ഹീജു ഒന്നും മിണ്ടാതെ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടവൻ എന്തു പറ്റി എന്ന് ചോദിക്കുന്നു. എല്ലാ സത്യവും അറിഞ്ഞിട്ടും നീ എന്നെ ആക്സെപ്റ്റ് ചെയ്തു, എനിക്ക് ക്ഷമിച്ചു തരുകയും ചെയ്തു, ഇതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് ഹീജു പറയുന്നു. സാവൻ അവളെ ഹഗ് ചെയ്തുകൊണ്ട്, എന്നെ കുറിച്ചുള്ള എല്ലാ സത്യവും അറിഞ്ഞാൽ നീയും എനിക്ക് ക്ഷമിച്ചു തരുമോ, എന്നെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നാണ് ചിന്തിക്കുന്നത്. ഇപ്പൊ ഞാൻ ഫോൺ എടുക്കാൻ വരും, വാതിൽ തുറന്നിട്ടോ എന്ന് പറഞ്ഞൊരു കിഡ്നാപ്പർ നമുക്കുണ്ടായിരുന്നില്ലേ, ആ കിഡ്നാപ്പറെയാണ് ഇനി കാണിക്കുന്നത്. അവൻ ഡ്രിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിനക്ക് ആ ഫോൺ തിരിച്ചു കിട്ടിയോ, എന്തുകൊണ്ടാ തിരിച്ചു വാങ്ങാത്തെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വരുവാണ്. ആക്ച്വലി അവൻ ഹീജുവിനോട് ഇപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് വരും, വാതിൽ തുറന്നിട്ടോ എന്ന് പറഞ്ഞത് ചുമ്മാതൊന്നും ആയിരുന്നില്ല കേട്ടോ, അവൻ സത്യത്തിൽ ഹോസ്പിറ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. സാവൻ പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ എൻട്രൻസിന്റെ ഭാഗത്തായിട്ട് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. സോ കിഡ്നാപ്പർ മാസ്ക് ഒക്കെ ഇട്ട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുന്ന സമയത്താണ് സാവൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് കാണുന്നത്. ഈ സമയത്ത് തന്നെ വണ്ടിയിൽ അങ്ങോട്ടേക്ക് റീത്ത് വരുവാണ് കേട്ടോ. അതൊന്ന് നോക്കിക്കൊണ്ട് കിഡ്നാപ്പർ തന്റെ വണ്ടിയിൽ നിന്നും ഇറങ്ങുവാണ്. സാവനാണെങ്കിൽ ഇവിടെ ലിഫ്റ്റിലാണ്. ആ വണ്ടിയിൽ റീത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ, ആ റീത്തുമായിട്ട് രണ്ടുപേരും ഇപ്പൊ ലിഫ്റ്റിലേക്ക് കയറുവാണ്. സാവൻ അവർക്ക് പോകേണ്ട ഫ്ലോറിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുക്കുന്നു. അതിൽ പ്രായമായ വ്യക്തി സാവനെ കണ്ട്
സ്പോക്സ് പേഴ്സൺ പെക്സ് ആവുന്നല്ലേ, നിങ്ങളെ കണ്ടതിൽ ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുവാണ് കേട്ടോ. ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഏത് പ്രാന്തനെ നിങ്ങളെ പോലെ ഒരു നല്ല മനുഷ്യനോട് അതുപോലെയൊക്കെ ചെയ്തേ എന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. മാന്യമായിട്ട് തന്നെ സാവൻ അതിനെല്ലാം മറുപടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടും കേട്ടും സാവന്റെ തൊട്ടടുത്ത് ആ കിഡ്നാപ്പറും ഉണ്ട്. റീത്ത് കൊണ്ടുവരാനുള്ള ഒരു ഹെൽപ്പർ എന്ന നിലയിലാണ് ഹോസ്പിറ്റലിലേക്ക് കിഡ്നാപ്പർ വന്നിട്ടുള്ളത്. ലിഫ്റ്റിലേക്ക് കയറിയ സമയം തൊട്ട് സാവനെ അടിമുടി നോക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സാവൻ ഇതൊന്നും അറിയുന്നില്ല. അവൻ ഇട്ടിരിക്കുന്ന സ്യൂട്ട്, വാച്ച്, എന്തിന് സാവന്റെ സ്മെല്ലടക്കം ആ കിഡ്നാപ്പർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആലോചിച്ചുകൊണ്ട് ആ കിഡ്നാപ്പർ, നിനക്കൊരു കാര്യം അറിയോ, സാവന് നല്ല സ്മെല്ലാണ്, എനിക്ക് വേണ്ടത് ആ പൊട്ട ഫോണല്ല, അവന്റെ എല്ലാം എനിക്ക് തിരിച്ചു വേണം, അവന്റെ സ്മെല്ലടക്കം എന്നൊക്കെ ആ കിഡ്നാപ്പർ ദേഷ്യത്തിൽ റിപ്ലൈ കൊടുക്കുന്നു. പിന്നെ വേറൊരു കാര്യം ഉണ്ട് കേട്ടോ, ഈ കിഡ്നാപ്പർ ആരോടോ ചാറ്റ് ചെയ്യുന്നില്ലേ, ഈ ചാറ്റ് എല്ലാം പെട്ടെന്ന് ക്ലിയർ ആവുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സാവന്റെ എതിരെയുള്ള ടീം അത്ര നിസാര ടീമൊന്നും അല്ല. അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇത്രയ്ക്ക് ഹൈടെക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. ഓക്കെ, പിറ്റേ ദിവസം ഹീജു ഉറങ്ങി എഴുന്നേക്കുന്നതും ഫോണിലെ ടൈം നോക്കുന്നു. 11:52 ആയിട്ടുണ്ട്. അവൾ പതിയെ റൂമിൽ നിന്ന് പുറത്തു വന്ന് നോക്കുന്നു. ഹാളിലോ കിച്ചണിലോ ഒന്നും സാവനില്ല. അവന്റെ റൂമിലും അവനെ കാണാനില്ല. പെട്ടെന്ന് തന്നെ അവൾ സാവന് കോൾ ചെയ്ത് നോക്കുന്നു. എന്നാ നമ്പർ നിലവിലില്ലാന്നാ പറയുന്നത്. അവൾ ഒത്തിരി തവണ വിളിച്ചു നോക്കുന്നുണ്ട്. ഒരു റെസ്പോൺസും ഇല്ലാതിരുന്നിട്ട് കൂടെ ഹീജു അവനെ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുവാണ്. എന്റെ ഹീജുവിനെ ഇട്ടേച്ച് ഇവൻ ഇതെവിടെ പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയില്ലേ? സത്യത്തിൽ അതൊരു തോന്നൽ മാത്രമാണ്. ഹീജു ഇത് സ്വപ്നം കണ്ടത് മാത്രമാണ്. ഇവരുടെയൊക്കെ സ്വപ്നം കാണൽ ഈടായിട്ട് കൂടിയിട്ടുണ്ട്, വെറുതെ ആളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. അമ്മാതിരി ഒരു സ്വപ്നമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് സമാധാനം ഉണ്ടാവോ? നേരെ സാവന്റെ റൂമിലേക്ക് വന്ന് നോക്കുവാണ്. അവൻ ഇതൊന്നും അറിയാതെ നല്ല ഉറക്കത്തിലുമാണ്. അവന്റെ അടുത്ത് പോയിരിക്കുമ്പോഴാണ് അവർക്ക് ആശ്വാസം ആവുന്നത്. അവൻ അവിടെ തന്നെ ഉണ്ട് എന്നറിഞ്ഞൊരു നിർവൃതിയിൽ ഹീജു പതിയെ അവന്റെ മുഖത്ത് ഇങ്ങനെ തലോടി കൊടുക്കുമായിരുന്നു. ഉറങ്ങുന്ന സമയത്ത് ബോംബിട്ടാൽ പോലും ഞാനൊന്നും അറിയില്ല എന്നാണ് എന്റെ വീട്ടുകാരൊക്കെ പറയാറുള്ളത്. എന്നാൽ സാവൻ അങ്ങനെയല്ല. അവൻ ഹീജു തൊടുന്നതും ഉണരുവാണ് ചെയ്യുന്നത്. ഓ മൈ ഗോഡ്, ഐ ആം ട്രാപ്ഡ് എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് ഓടാൻ നിൽക്കുന്ന ഹീജുവിനെ സാവൻ വിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവളെയും വലിച്ച് ബെഡിലേക്ക് ഇട്ട് അവളുടെ കൂടെ കിടക്കുവാണ് ഇപ്പൊ അവൻ. നീ ഇന്ന് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ഹീജു അവനോട് ചോദിക്കുന്നു. ഒരു അടി പോലും അനങ്ങാൻ എനിക്ക് ഉദ്ദേശമില്ല, ഇന്ന് എനിക്ക് ലീവാണ് എന്നവൻ പറയുന്നത് കേട്ട് ഹീജുവിന് അത്ഭുതമാണ് തോന്നുന്നേ. സാവൻ, ഈ കഴിഞ്ഞ 3 വർഷത്തിനിടയ്ക്ക് ഒരു ലീവ് പോലും ഞാൻ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ. ഹോളിഡേയ്സിലും വീക്കെൻഡ്സിലും ഒക്കെ ഞാൻ പട്ടിയെ പോലെ പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലീവൊക്കെ എടുത്തു എന്ന് വെച്ചിട്ട് ഒരു കുഴപ്പവും വരാനില്ല എന്ന് പറയുന്നു. അപ്പോ ഇന്ന് നീ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ഹീജു ചോദിക്കുന്നു. അതെന്താ അങ്ങനെ ചോദിക്കാൻ, നിനക്ക് വല്ല പ്ലാനും ഉണ്ടോ എന്ന് സാവനും ചോദിക്കുന്നു. ഹീജു, അങ്ങനെ ചോദിച്ചാൽ നടക്കില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും ഞാൻ ഇമാജിൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. മറ്റുള്ള കപ്പിൾസിനെ പോലെ തന്നെ നമ്മളും ജീവിക്കുന്നത്, ക്യാമ്പിന് പോകുന്നതും വൈകുന്നേരങ്ങളിൽ നടക്കാൻ പോകുന്നതും അങ്ങനെയൊക്കെ. അതുപോലെ സിമ്പിളും ഹാപ്പിയും ആയിട്ടുള്ള ലൈഫ്. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് തമാശയായിട്ടായിരിക്കും അല്ലേ തോന്നുന്നത്? ഡിവോഴ്സ് ആവാനും ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എസ്കേപ്പ് ആവാനും ആഗ്രഹിച്ച് ഞാൻ ഇതുപോലെയൊക്കെ ഇമാജിൻ ചെയ്തിരുന്നു എന്ന് കേൾക്കുമ്പോൾ നിനക്ക് ഫണ്ണി ആയിട്ട് തോന്നില്ലേ എന്ന് ചോദിക്കുന്നു. സാവൻ അവളെ ഫേസ് ടു ഫേസ് തിരിച്ച്, നീ എപ്പോഴാ അതുപോലെയൊക്കെ ഇമാജിൻ ചെയ്യാൻ തുടങ്ങിയിരുന്നേ എന്ന് ചോദിക്കുന്നു. എനിക്കറിയാൻ പാടില്ല, ചിലപ്പോ എന്ന് ചോദിച്ച ഹീജു ആലോചിക്കുന്നത് എന്താണെന്നറിയോ? നഴ്സിംഗ് ഹോമിൽ സംഭവിച്ച ആ ഇൻസിഡന്റിന് ശേഷം തകർന്നുപോയ ഹീജുവിന്റെ അടുത്തേക്ക് സാവൻ നല്ല പ്രിൻസ് ചാമിങ് ലുക്കിൽ നടന്നു വരികയും ആ പോലീസിന്റെ അടുത്ത് ഹീജുവിനെ വൈഫാണെന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതാണ് അവൾ ഓർക്കുന്നത്. സാവനോട് അത് പറയുകയും ചെയ്യുന്നു. സാവൻ, അപ്പോഴാണോ നീ വീണുപോയേ എന്ന് ചോദിക്കുന്നു. ഹീജു ചിരിച്ചുകൊണ്ട്, ഒന്ന് പോടാപ്പ, ഞാൻ വീണുപോയതൊന്നും അല്ല, നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടൊരിത് എന്ന് പറയുന്നു. എന്നാൽ ഞാൻ വീണുപോയത് ഒരുപാട് മുന്നെയാണ്, നീ വിചാരിക്കുന്നതിനേക്കാൾ ഒരുപാട് മുന്നേ എന്ന് സാവൻ പറയുന്നു. അതെപ്പോഴാന്ന് ഹീജു ചോദിക്കുന്നുണ്ട്. എന്നാൽ സാവൻ അതിന് ഉത്തരവൊന്നും കൊടുക്കുന്നില്ല. അവളെ ഹഗ് ചെയ്ത് കിടക്കുവാണ്. ഈ സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ഒരു സൗണ്ട് കേൾക്കുവാണ്. ഇതെവിടുന്ന് ഈ സൗണ്ട് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് ഫോണാണ് റിങ് ചെയ്യുന്നത് എന്ന് കാണുന്നത്. അതും സാവന്റെ ഫോണ്. ഇത് കണ്ട് സാവൻ അങ്ങ് ഇല്ലാണ്ടായി പോവാണ് ചെയ്യുന്നത്. ലീവിനും സമാധാനം തരില്ലാന്ന് വെച്ചാൽ പിന്നെ അവൻ എന്താ ചെയ്യാ? എന്തായാലും അവൻ ഫോൺ എടുക്കുന്നു. മിസ്റ്റർ കാങ് ആണ് വിളിക്കുന്നത്. ലീവ് എടുത്ത ദിവസം തന്നെ വിളിച്ച് ശല്യപ്പെടുത്തിയതിന് സോറി പറഞ്ഞുകൊണ്ട് മിസ്റ്റർ കാങ് പെട്ടെന്ന് തന്നെ സാവനോട് ഓഫീസിലേക്ക് വരാൻ പറയുവാണ്. അത്രയ്ക്ക് എമർജൻസി ആണെന്ന് പറയുന്നത് കേട്ട് സാവൻ ഹീജുവിനെ ഒന്ന് നോക്കുവാണ്. അവന് പോവേണ്ടി വരുന്ന ഉറപ്പായി. ഇവിടെ ഇതേ സമയം സാവന്റെ അച്ഛൻ കാറിൽ നിന്ന് ഇറങ്ങുന്നതും റിപ്പോർട്ടേഴ്സ് വളയുവാണ് ചെയ്യുന്നത്. സാവനെ ആരോ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന് ശരിയാണോ? ഇതിന്റെ പുറകിലുള്ള മാസ്റ്റർ മൈൻഡ് ആരാ എന്നൊക്കെ റിപ്പോർട്ടേഴ്സ് ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ ഇടയ്ക്ക് സാവന്റെ ഫ്രണ്ട് ഇല്ലേ യോഗ്ജിൻ, അവൻ സാവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമാണല്ലോ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ച് വേറൊരു പ്രശ്നം കുത്തിപ്പൊക്കി വരുവാണ്. അങ്ങും ഇങ്ങും തൊടാത്ത രീതിയിൽ ആൻസർ കൊടുത്ത് അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് സാവന്റെ അച്ഛൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഹ്യോഗ്ജിൻ വിടുന്നില്ല. അവൻ ഉത്തരം കിട്ടിയേ തീരൂ എന്നുള്ള വാശിയിലാണ്. സാവന്റെ അച്ഛൻ ഹ്യോഗ്ജിനെ ചിരിച്ചുകൊണ്ട് മനസ്സിൽ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കുറച്ച് റീത്ത് വരുന്നത്. പ്രസിഡന്റിന്റെ പേരക്കുട്ടിയും പെക് യോങ്ങിന്റെ മകനുമായ പെക് സാവൻ ചെയ്തത് എന്താണെന്ന് എനിക്കറിയാം എന്നൊരു മെസ്സേജും ആ റീത്തിലുണ്ട്. അച്ഛനാകെ ഷോക്ക് ആവുകയാണ്. റിപ്പോർട്ടേഴ്സിനാണെങ്കിൽ അതൊരു ആഘോഷവുമാണ്. ഇപ്പൊ സാവൻ ധൃതി പിടിച്ച് ഓഫീസിലേക്ക് വരുന്നു. എന്നാൽ അവിടെ ആരെയും കാണാനില്ല, ഓഫീസ് കാലിയാണ്. ഇവരൊക്കെ ഇതെവിടെ പോയി എന്ന് സാവൻ ചിന്തിക്കുന്ന സമയത്ത് ഒരു ബോർഡും പിടിച്ച് ചാടി വീഴുന്ന മിസ്റ്റർ കാങ്ങിനെ കണ്ട് അവൻ ഞെട്ടി പോകുകയാണ്. മിസ്റ്റർ കാങ് മാത്രമല്ല കേട്ടോ, നമ്മളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും, ഈ പ്രശ്നവും നമ്മൾ ഒരുമിച്ച്
മുന്നേറും എന്നൊക്കെ പറഞ്ഞ് ബോർഡും പിടിച്ചുകൊണ്ട് മറ്റു കോവർക്കേഴ്സും പൊങ്ങി വരുന്നുണ്ട്. ഇത് കണ്ട് സാവനാണെങ്കിൽ ജീവിതം എടുത്തു പോവാണ് ചെയ്യുന്നത്. ഇതുപോലൊരു സിറ്റുവേഷനിൽ ഞങ്ങൾ ഞങ്ങളുടെ സപ്പോർട്ട് എങ്ങനെ കാണിക്കുന്നു ഒരുപാട് ആലോചിച്ച് കിട്ടിയ ഒരു ഐഡിയ ആണിത്. അങ്ങനെയാണ് ഞങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്തത്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ എന്ന് മിസ്റ്റർ കാങ് സാവനോട് ചോദിക്കുന്നു. സാവൻ അവരെ എല്ലാവരെയും ഒന്ന് നോക്കി മിസ്റ്റർ കാങ്ങിനോട് 3 വർഷത്തിന്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് ലീവ് എടുത്ത് വീട്ടിലിരുന്ന എന്നോട് ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണോ പെട്ടെന്ന് ഓഫീസിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചേ എന്ന് സാവൻ കരച്ചിലും ദേഷ്യവും എല്ലാം കൂടെ വന്ന അവസ്ഥയിൽ ചോദിക്കുവാണ്. ആന്നേ, അതാണ് ഞാനും പറയുന്നത്. 3 വർഷത്തിന്റെ ഇടയ്ക്ക് സാർ ആദ്യമായിട്ട് ലീവ് എടുത്തിരിക്കുവാണ്. അപ്പൊ ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ എത്രത്തോളം മോശമായിരിക്കും സാറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത്. അത് കഠിനവും ഭയാനകവുമായിരിക്കും എന്ന് മിസ്റ്റർ കാങ് പറയുന്നത് കേട്ട് സാവൻ മറ്റു കോവർക്കേഴ്സിനെ നോക്കുവാണ്. അവരാണെങ്കിൽ ഇതൊന്നും ഞങ്ങളുടെ ഐഡിയ അല്ല എന്ന് ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുവാണ്. ആദ്യമായിട്ടൊരു ലീവ് എടുത്ത് ഹീജുവിന്റെ കൂടെ എൻജോയ് ചെയ്യാൻ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഈ 4 ബോർഡ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നോടാ മഹാഭാവികളെ എന്ന് ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്ന സാവനോട് ഫോട്ടോ എടുക്കാനും മിസ്റ്റർ കാങ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് മിസ്റ്റർ കാങ്ങിന് ഇനിയും നിനക്കൊന്നും മതിയായില്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് നോക്കുന്ന സമയത്താണ് ദോജെ അവിടെ ഇല്ല എന്നുള്ള കാര്യം സാവൻ ശ്രദ്ധിക്കുന്നത്. ദോജെ എവിടെയെന്ന് അവരോട് ചോദിക്കുകയും ചെയ്യുന്നു. ആ സമയത്ത് തന്നെ സാവനെ വിളിച്ചുകൊണ്ട് ദോജെ അങ്ങോട്ടേക്ക് വരുന്നു. ഇപ്പൊ അവർ രണ്ടുപേരും സംസാരിക്കുവാണ്. ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ലൊക്കേഷൻ എവിടെയാണെന്ന് എഴുതിയൊരു പേപ്പർ ദോജെ സാവന് കൊടുക്കുന്നതും അത് വായിച്ചു നോക്കിക്കൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകാൻ നിൽക്കുവാണ്. ഞാനും വരാമെന്ന് ദോജെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാമെന്നും പോലീസ് ഈ കാര്യം അറിയാതെ നോക്കണമെന്നുമാണ് സാവൻ പറയുന്നത്. സോ ദോജെ അവനോട് കെയർഫുൾ ആയിട്ട് പോവാൻ പറയുന്നു. ഇവിടെ ഹീജുവിന്റെ അമ്മ അവളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. വന്നപാടെ ചെയർമാൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വേണ്ട, നീ വീട്ടിൽ നിന്ന് ഇറങ്ങി ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ കുറ്റവാളി ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അമ്മയ്ക്ക് വല്ല ഐഡിയയും കിട്ടിക്കാണെന്ന് കരുതി ഹീജു അമ്മയെ നോക്കുന്നു. സാവോനെ ഭീഷണിപ്പെടുത്തി നിന്റെ കല്യാണത്തിന്റെ കാര്യമൊക്കെ സംസാരിക്കുകയും ചെയ്യണമെന്നാണെങ്കിൽ ഈനൊക്കെയല്ലാതെ മറ്റാർക്കും അതിന് സാധിക്കുക എന്ന് അമ്മ പറയുന്നത് കേട്ട് ഓ ഇതാണോ ഇപ്പൊ ഇത്ര കാര്യമായിട്ട് കണ്ടുപിടിച്ചത് എന്നാണ് ഹീജു ചിന്തിക്കുന്നത്. നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ തല്ലിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. ആ കാര്യം എനിക്ക് ഉറപ്പാണ്. എടുത്ത തീരുമാനം തെറ്റായിരുന്നു എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇലക്ഷനും വരാൻ പോവാണ്, എല്ലാ കാര്യവും നന്നായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്ന് അമ്മ പറയുന്നു. എന്നാൽ ഹീജു ആണെങ്കിൽ ഒരു റെസ്പോൺസും ഇല്ലാതെ ഇരിക്കുവാണ്. ഹീജുവിന്റെ ഒരു ഭാവ വ്യത്യാസവും ഇല്ലാത്ത ഫേസ് കണ്ട അമ്മ അപ്പൊ അവള് വന്ന കാര്യം നിനക്ക് നേരത്തെ അറിയായിരുന്നോ? അവള് നിന്നോട് എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? എല്ലാ കാര്യവും തിരിച്ചു വേണമെന്നാണോ അവള് പറഞ്ഞത്? നീ അതിന് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി ഒരിക്കലും അവളെ കാണാൻ നിൽക്കരുത്, അവള് പറയുന്ന ഒരു കാര്യവും കേൾക്കാനും നിൽക്കരുത് എന്നൊക്കെ അമ്മ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീജുവിന് ഒരു മെസ്സേജ് വരുവാണ്. ചേച്ചിക്ക് സാവുവിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ഞാൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? അത് എന്താണെന്ന് ചേച്ചിക്ക് അറിയണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കിഡ്നാപ്പർ അയച്ച മെസ്സേജ് ആണ് കേട്ടോ അത്. ഹീജുവിന്റെ അമ്മ വളവളാന്ന് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ ഹീജു അതൊന്നും കാര്യമാക്കാതെ ഫോണിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. ഇത് കണ്ട് അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. അമ്മ പോകുന്നതും അവക്കൊരു വീഡിയോയും കിഡ്നാപ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സാവോനാണെങ്കിൽ ആ ലൊക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ഈ സമയത്ത് അവനെ ഹ്യോഗ്ജിൻ വിളിക്കുന്നു. ഇതിപ്പോ പോസ്റ്റ് ചെയ്തതാ, ഞാൻ നിനക്ക് സെൻഡ് ചെയ്ത സാധനം നീ ഒന്ന് നോക്കി നോക്കുക എന്നാണ് ഹ്യോഗ്ജിൻ പറയുന്നത്. സാവോൻ അത് നോക്കുന്നു. ആ റീത്തിന്റെ ഫോട്ടോയാണത്. ആ കുറ്റവാളി തന്നെ ആയിരിക്കോ ഇത്? അവനെന്താ നിന്നോട് ഇത്ര ശത്രുത എന്നാണ് ഹ്യോഗ്ജിൻ ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സാവോന് ഉത്തരം കൊടുക്കുന്നു. ഇവിടെ ഹീജു ആ വീഡിയോ കാണുന്നു. കുറച്ചു പേര് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണത്. ആ വീഡിയോ കണ്ട് കഴിയുന്നതും അവൾ സാവോനെ കോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ്. എന്നാ പിന്നീട് അത് വേണ്ടാന്ന് വെക്കുന്നു. ആ സമയത്ത് തന്നെ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ചാൽ അവൾക്ക് സംഗു മെസ്സേജ് ചെയ്യുന്നു. സംഗു ഇവിടെ ഓർഫനേജിലാണ് കേട്ടോ ഉള്ളത്, നമുക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ച് ഹീജു അവന് തിരിച്ച് മെസ്സേജ് അയക്കുന്നു. ഇപ്പോഴോ എന്ന് സംഗുവും റിപ്ലൈ അയക്കുന്നുണ്ട്. സാവോന്റെ ബ്ലാക്ക് മെയിൽ കേസ് ആണെങ്കിൽ ഒരു വലിയ വിഷയമായിട്ടുണ്ട്. ആ ഒരു പ്രശ്നം പെഗ് യോങ്ങിന്റെ ഇലക്ഷനെ ബാധിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് ന്യൂസ് റിപ്പോർട്ട്സ് വരെയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വായിച്ചുകൊണ്ട് ഹീജുവിന്റെ സ്റ്റെപ്പ് ഫാദർ ഇതെങ്ങനെയാ നീ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ലിമിറ്റ് ഉണ്ട് എന്ന് സാവോന്റെ അച്ഛനോട് പറയുന്നു. ഇത് ഹാൻഡിൽ ചെയ്യേണ്ടത് ഞാനോ അല്ലെങ്കിൽ സ്പോക്സ് പേഴ്സണോ ഒന്നും അല്ല, നിങ്ങളാണ്. ഈ പ്രശ്നം നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്ത് തരണം. ഇതെല്ലാം നിങ്ങളെ മക്കളെ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. പറഞ്ഞുറപ്പിച്ച പോലെ തന്നെ കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന് സാവോന്റെ അച്ഛൻ പറയുന്നു. അതെല്ലാം കഴിഞ്ഞ കാര്യമായിരുന്നു. എന്തായാലും നീ ഇത് കുത്തിപ്പൊക്കി ചോദിച്ചത് കാരണം ഞാനും നിന്നോടൊരു കാര്യം ചോദിക്കാം. നിന്റെ ഫാമിലിയുടെ ഏറ്റവും വലിയൊരു വീക്ക്നെസ് ഇല്ലേ, അത് നിന്റെ അച്ഛനാണ് പരിഹരിച്ചത് എന്നാണോ നീ വിചാരിക്കുന്നത്? അങ്ങനെയൊന്നും നീ എന്തായാലും ചിന്തിക്കുന്നില്ലല്ലോ. ഇതൊന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ കൂടെ ആ പ്രശ്നങ്ങൾ എന്തായാലും തിരിച്ചു വന്നിട്ടില്ല. ആ പ്രശ്നങ്ങൾ എനിക്കോ നിനക്കോ എതിരെ തിരിച്ചു വരികയാണെങ്കിൽ അതെല്ലാം ഞാൻ തന്നെ അറുത്തു മുറിച്ചു കളയും. നീ കരുതിയിരിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞാൻ അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പോകുകയാണ് ചെയ്യുന്നത്. ഇത്രയും നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതിരുന്ന സാവോന്റെ അച്ഛൻ 3 വർഷം മുന്നേ നടന്ന കാര്യത്തിന് ആദ്യം നീ എനിക്ക് ഉപകാരം ചെയ്യ്, അതാണ് ഞാൻ നിന്നോട് അഡ്വൈസ് ചെയ്യുന്നത് എന്ന് പറയുന്നു. കൂടെ നിന്റെ മൂത്ത മകളുടെ കാര്യമാണ് ഞാൻ ഇപ്പൊ സംസാരിച്ചത്.
സംസാരിച്ചേ എന്നും പറയുന്നു. ഇവിടെ സംഘവും ഹീജുവും മീറ്റ് ചെയ്ത് സംസാരിക്കുവാണ് കേട്ടോ. സുഖവിവരമെല്ലാം അന്വേഷിച്ചു കഴിഞ്ഞതിന് ശേഷം സംഘു അല്ല നീ എന്താ പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞേ എന്ന് ചോദിക്കുന്നു. ഓർഫനേജിൽ വെച്ച് കാണാതായ കുട്ടികളെ സംബന്ധിച്ച് നീ ഒരു കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ കേസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് എന്നോട് പറയോ എന്ന് ഹീജു ചോദിക്കുന്നു. ഇവിടെ സാവോനാണെങ്കിൽ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതേത് സ്ഥലം എന്ന് മനസ്സിലായോ? സംഘു പറയും ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മാൻഷൻ ഇല്ലേ, ആ മാൻഷനിലേക്കാണ് ഇപ്പൊ സാവോൻ വന്നിട്ടുള്ളത് കേട്ടോ. അവൻ ആ മാൻഷനിലേക്ക് കയറിയതിനു ശേഷം തന്റെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് അവിടെ എല്ലാം നോക്കുവാണ്. സംഘു പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു റൂമില്ലേ, ആ റൂം അവൻ ഓപ്പൺ ചെയ്യാൻ നിൽക്കുന്നതും ആരൊക്കെയോ സംസാരിക്കുന്ന സൗണ്ട് കേട്ട് ആ സൗണ്ട് കേട്ട ഭാഗത്തേക്ക് സൗൻ പോയി നോക്കുവാണ്. പ്രൊജക്ടർ കണക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടിരിക്കുവാണ് അവിടെ. ഹീജുവിനെ കിഡ്നാപ്പർ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഇല്ലേ, അതേ വീഡിയോ. അതെന്താണെന്ന് ഒരു ഐഡിയയും ഇല്ലാതെ അവൻ നോക്കി നിൽക്കുന്ന ടൈമിൽ ആ സ്ക്രീൻ ബ്ലാങ്ക് ആവുകയാണ്. നീയാണത് ചെയ്തത്, പെക്സാവോൻ എന്ന നീയാണ് അവരെ എല്ലാം കൊന്നത് എന്നാണ് ആ സ്ക്രീനിൽ ഇപ്പൊ എഴുതി കാണിക്കുന്നത്. എന്നിട്ടും അവനൊന്നും മനസ്സിലാവുന്നില്ല. വീണ്ടും ആ വീഡിയോ പ്ലേ ചെയ്യുന്നു. ഇത്തവണ നന്നായി ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൻ ആ വീഡിയോ കാണുന്നു. സംഘു അന്വേഷിക്കുന്ന ഒരു ഓർഫൻ മിസ്സിംഗ് കേസ് ഇല്ലേ, ആ മിസ്സിംഗ് കേസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം അറിയാമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ലാഷ് ന്യൂസ് പോലെ ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കിഡ്നാപ്പറിന്റെ ലൊക്കേഷൻ ടെക് ടീമിന്റെ സഹായത്തോടു കൂടെ സാവോൻ കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു എന്നല്ലേ നമ്മളും സാവോനും വിചാരിച്ചേ. എന്ന സത്യത്തിൽ അങ്ങനെ ആയിരുന്നില്ല. ഈ ഒരു വീഡിയോ സാവോന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഞാനിവിടെ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ഹിന്റ് കൊടുത്ത് സാവോനെ ഈ മാൻഷനിലേക്ക് എത്തിച്ചതേ കിഡ്നാപ്പറാണ്. കിഡ്നാപ്പർ എന്ന് പറയാൻ പറ്റുമോ? കിഡ്നാപ്പറിന്റെ കൂടെയുള്ള കുറ്റവാളി. കിഡ്നാപ്പറിന് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വീഡിയോയിൽ നോക്കി നിൽക്കുന്ന സമയത്ത് മാൻഷന്റെ പുറത്ത് നിന്നും സാവോൻ ഒരു സൗണ്ട് കേൾക്കുവാണ്. ആ സൗണ്ട് എന്തായിരുന്നു എന്നറിയോ? ഹീജുവും സംഘവും അങ്ങോട്ടേക്ക് വന്നതിന്റെ സൗണ്ട് ആയിരുന്നു അത്. സംഘു ഹീജുവിന് ആ വീട് കാണിച്ചു കൊടുത്തുകൊണ്ട് ഓർഫനേജിലെ കുട്ടികൾ ഈ വീട്ടിലേക്കായിരുന്നു പോയത്, എന്നാൽ അതിനുശേഷം അവർ തിരിച്ചു വന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും ഈ ഡോർ എന്താ ഓപ്പൺ ആയി കിടക്കുന്നേ എന്ന് ചോദിക്കുന്നു. ആരെങ്കിലും ഇവിടെ ഇപ്പൊ താമസിക്കുന്നുണ്ടോ എന്ന് ഹീജു ചോദിക്കുന്നു. കഴിഞ്ഞ തവണ വന്നപ്പോ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു, എന്നാൽ ആൾതാമസമുള്ള വീടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സംഘു അല്ല നീ എന്തിനാ ഈ കേസിനെ കുറിച്ച് ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ അറിയോ എന്ന് ചോദിക്കുന്നു. കിഡ്നാപ്പർ അയച്ച വീഡിയോ കണ്ട് ടെൻഷൻ ആയിക്കൊണ്ടായിരുന്നു ഹീജു സംഘുവിനോട് ഈ കേസിനെ കുറിച്ച് ചോദിച്ചത്. ഈ കാര്യം ഹീജുവിന് സംഘുവിനോട് പറയാൻ പറ്റില്ലല്ലോ. സോ അവൾ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നു. സംഘു അവിടെ ഒന്ന് നോക്കിക്കൊണ്ട് ഇപ്പൊ ഒരുപാട് ലേറ്റ് ആയില്ലേ, നമുക്ക് ഇങ്ങോട്ടേക്ക് പകല് വരുന്നതായിരിക്കും നല്ലത് എന്ന് പറയുന്നു. ഹീജു അത് സമ്മതിച്ചു കൊടുക്കുന്നു. ഇപ്പൊ സാവൻ ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. താൻ കേട്ട സൗണ്ട് ഹീജുവും സംഘവും വന്ന സൗണ്ട് ആയിരുന്നു എന്നും അവൻ ഇപ്പൊ തിരിച്ചു പോവാൻ നിൽക്കുവാണ് എന്നുള്ളതും അവന് മനസ്സിലാവുന്നു. സാവന്റെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ആ വീഡിയോ കണ്ടതൊന്നുമല്ല, സംഘുവിനെയും ഹീജുവിനെയും ഒരുമിച്ച് കണ്ടതാണ്. ഇവിടെ ഇതേ സമയം ഹീജുവിന് കോള് വരുന്നു. സാവനാണ്. ഓ നിന്നെ കോൾ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് സംഘു ചോദിക്കുന്നു. അവള് ഫോൺ എടുത്ത് വെക്കുന്നത് കണ്ട് സംഘു അവളോട് കോൾ എടുക്കാൻ പറയുവാണ്. ഞാൻ എങ്ങനെ കോൾ എടുക്കാനാ എന്ന് ഹീജുവും ചോദിക്കുന്നു. അപ്പോ നീ സംസാരിക്കും എന്നുള്ള വിവരം എന്നെ കൂടാതെ മറ്റൊരാൾ കൂടെ അറിയാമല്ലേ എന്ന് സംഘു ചോദിക്കുന്നത് കേട്ട് ഹീജു ഷോക്ക് ആവുകയാണ് കേട്ടോ. എനിക്ക് സംഭവം ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു സംഘുവിന് ഈ കാര്യം അറിയുമോ എന്നുള്ള കാര്യം. കാരണം ഹീജുവിന് എങ്ങനെ ന്യൂസ് കാസ്റ്റർ ആവാൻ പറ്റായെന്ന് യൂരി ചോദിച്ചപ്പോ അതെന്താ അവക്ക് ന്യൂസ് കാസ്റ്റർ ആയിക്കൂടെ എന്നായിരുന്നു സംഘു ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പൊ തോന്നിയ ഡൗട്ട് ഇപ്പോഴാണ് ക്ലിയർ ആവുന്നത്. സംഘുവിന് എങ്ങനെ ഈ കാര്യം അറിയാമെന്നുള്ളതൊന്നും അവൻ പറയുന്നില്ല. കാരണം എന്താണെന്നറിയോ? കാരണം ഇതേ സമയം ഒരു കാർ അവരെ ഫോളോ ചെയ്തു വരുന്നതുകൊണ്ട് അത് സംസാരിക്കാനുള്ള ഒരു സമയം അവർക്ക് കിട്ടുന്നില്ല. സാവോനാണത്. ഹീജുവിനെ കോൾ ചെയ്തിട്ടും അവൾ കോൾ എടുക്കാത്തതിന്റെ ദേഷ്യത്തിൽ ഡ്രൈവ് ചെയ്യുവാണ് അവൻ. കുറച്ചു നേരത്തെ ചേസിങ്ങിന് ശേഷം സംഘുവിന്റെ കാറിന് ഓവർടേക്ക് ചെയ്ത് സാവൻ ബ്രേക്ക് പിടിക്കുവാണ്. സംഘു ആണെങ്കിൽ ഇത് കണ്ടിട്ട് ഇവൻ ഇതെന്താ പ്രാന്താണോ എന്നാണ് ചോദിക്കുന്നത്. സാവൻ തന്റെ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നതും ഹീജു സീറ്റ് ബെൽറ്റ് അടിച്ച് പോകാൻ നിൽക്കുവാണ്. സംഘു അവളെ പിടിച്ചു വെച്ച് നീ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് നമുക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നു. സാവൻ വന്ന് വിളിക്കുന്ന സമയത്ത് പോകരുതെന്ന് സംഘു പറഞ്ഞ അവള് കേൾക്കൂ. സംഘുവിന്റെ സംസാരം കഴിഞ്ഞു എന്ന് തോന്നുന്നതും അവള് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തിറങ്ങുവാണ്. ആ ഒരു റിയാക്ഷൻ അവൻ തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ഹീജുവിനെ കൂട്ടിക്കൊണ്ടു പോകുന്ന സാവനെ തടയാൻ സംഘു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സാവന്റെ അടുത്ത് ഇതൊന്നും നടക്കുന്നില്ല. അവളും പൂർണ്ണ സമ്മതത്തോടെ സാവന്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. ഹീജുവിനെ കാറിലിരുത്തിയതിനു ശേഷം സാവൻ സംഘുവിനോട് ഞാൻ നിന്നെ വാൺ ചെയ്യുവാണ്, ഹീജുവിന്റെ അടുത്തേക്ക് പോലും നീ വന്നു പോകരുത് എന്ന് പറയുന്നു. അത് പറയാൻ നീ ആരാ, ഹീജുവായിട്ട് നിനക്ക് എന്ത് റിലേഷൻഷിപ്പാ ഉള്ളത് എന്ന് സംഘു ചോദിക്കുന്നു. സാവൻ അതിനൊരു ഉത്തരം കൊടുക്കാതെ ആ ഓർഫൻ മിസ്സിംഗ് കേസിനെ കുറിച്ചുള്ള അന്വേഷണം എവിടം വരെ എത്തി, കുറ്റവാളി ആരാണെന്ന് നീ കണ്ടുപിടിച്ചോ, അങ്ങനെ കുട്ടികൾ മിസ്സായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും മര്യാദയ്ക്ക് നടക്കേണ്ടതായിരുന്നില്ലേ, അതോ ഇനി കുറ്റവാളി ആരാണെന്ന് നീ കണ്ടുപിടിച്ചത് കൊണ്ടാണോ പകരം വീട്ടാൻ വേണ്ടി നടക്കുന്നത്? എനിക്കിപ്പൊ നിന്നെ കുറിച്ചുള്ള സംശയങ്ങൾ സത്യമാണോ അതോ തെറ്റിദ്ധാരണ മാത്രമാണോ എന്നൊന്നും എനിക്ക് അറിയില്ല. പക്ഷെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇവിടെ നിർത്തുന്നതായിരിക്കും നിനക്ക് നല്ലത് എന്ന് സാവൻ അവനെ വാൺ ചെയ്യുന്നു. ഈ കേസിന്റെ കാര്യത്തിൽ നീ ഇത്രമാത്രം കെയർ ചെയ്യുന്നത് എന്തിനാ, ഈ കേസും നീയും തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളത് എന്ന് സംഘവും ചോദിക്കുന്നു. സാവോൻ എന്നെ ബോധർ ചെയ്യുന്നത് ഒരിക്കലും ഈ കേസല്ല, നീയാണ്. നീ വന്നതിന് ശേഷമാണ് ഭീഷണിയും കിഡ്നാപ്പിംഗും തീപിടുത്തവും എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. ഇതൊക്കെ വെറും കോയിൻസിഡൻസ് മാത്രമാണ് എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ സാവൻ അവിടുന്ന് പോകുന്നു. അവരുടെ കാറ് പോകുന്നത് നോക്കിക്കൊണ്ട് സംഘു അവിടെ നിൽക്കുന്നു. എന്താണെന്നറിയാൻ പാടില്ല, ഇപ്പൊ സംഘുവിനെ കാണുമ്പോൾ ഒരു വില്ലൻ വൈബ് കിട്ടുന്നുണ്ട്. ഈനേനെയും ദോജേനെയും സംഘുവിനെയും എല്ലാം എനിക്കിപ്പോ ഡൗട്ടാണ്. വന്ന് ആരെയും വിശ്വാസം ഇല്ലാണ്ടായിട്ടുണ്ട്. ഇവിടെ സാവൻ ഹീജുവിനോട് എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ആ കിഡ്നാപ്പർ അയച്ച വീഡിയോ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആ വീഡിയോ കാണുന്നതും സാവൻ കാറ് നിർത്തിക്കൊണ്ട് അവളുടെ ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്നു. കിഡ്നാപ്പർ
വാൾപേപ്പർ അയച്ച മെസ്സേജ് വായിക്കുന്ന സാവോൻ, അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു നീ സംഗുവിനെ മീറ്റ് ചെയ്തേ? അവനോട് ചോദിച്ച സമയം കൊണ്ട് നിനക്ക് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ? എന്നോട് എന്തുകൊണ്ടാ ചോദിക്കാതിരുന്നേ? പേടി കൊണ്ടാണോ എന്ന് ചോദിക്കുന്നു. ആദ്യമൊന്നും മിണ്ടാതിരുന്ന ഹീജു പിന്നീട് അതെ പേടി കൊണ്ടായിരുന്നു എന്ന് ഉത്തരം കൊടുക്കുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യം അറിയേണ്ടി വരുന്നുള്ള പേടി കൊണ്ടായിരുന്നല്ലേ നീ എന്നോടൊന്നും ചോദിക്കാതിരുന്നേ എന്ന് സങ്കടത്തോടെയാണ് സാവോൻ ചോദിക്കുന്നത്. ഹീജു, എനിക്ക് പേടി തന്നെയായിരുന്നു. അതൊരിക്കലും നിന്നെ കുറിച്ച് ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും അറിയേണ്ടി വരുമോ എന്നുള്ള പേടി കൊണ്ടായിരുന്നില്ല. നീ എന്നിൽ നിന്ന് ഓടിപ്പോവോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു. നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആള് ഞാനാണെന്ന് നീ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ക്ഷമിച്ചു തരില്ലേന്നും അതുപോലെ നീ എന്നെ കാണണ്ടാന്ന് പറയുമോ എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് പേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീ എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുന്നേ നിന്നിൽ നിന്നും പോകാനായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ചിന്തിച്ച പോലെ തന്നെ നിന്റെ രഹസ്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു എന്ന് അറിയുന്ന ആ നിമിഷം നിനക്ക് എന്നിൽ നിന്നും പോകാൻ തോന്നിയാലോ? അതുകൊണ്ട് എനിക്ക് നിന്നോടത് ചോദിക്കാൻ തോന്നിയില്ല. കാരണം അപ്പോൾ ഉള്ള മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും ആ കാര്യം ആലോചിച്ചിട്ട് മാത്രമൊന്നും അല്ല എനിക്ക് പേടിയായത്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തൊട്ടേ ആങ്ഷ്യസ് ആയിരുന്നു. ഇന്നലെ രാത്രി നമ്മൾ സംസാരിച്ചതും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തതും എല്ലാം വെറും സ്വപ്നം മാത്രമാണോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഇത്ര വലിയ സന്തോഷമൊന്നും എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതുപോലെ ആരും എന്നെ സ്നേഹിച്ചിട്ടുമില്ല. ഈ സ്നേഹവും സന്തോഷവും ഒക്കെ എനിക്ക് പുതിയ കാര്യമാണ്. പിന്നെ ഞാൻ എങ്ങനെയാ പേടിക്കാതിരിക്കുക എന്നൊക്കെ കരഞ്ഞുകൊണ്ട് അവൾ ചോദിക്കുന്നു. എന്നെ കുറിച്ച് എന്തെങ്കിലും ഷോക്കിംഗ് ആയ കാര്യം അറിഞ്ഞാലോ എന്നുള്ള പേടിയായിരുന്നില്ല, പകരം എന്നെ നഷ്ടപ്പെടുവോ എന്നുള്ള പേടിയായിരുന്നു ഹീജുവിന് ഉണ്ടായിരുന്നത് എന്ന് സാവോന് മനസ്സിലാവുന്നു. സാവോൻ അവളെ ഹഗ് ചെയ്തുകൊണ്ട് ഇതൊന്നും സ്വപ്നമല്ല സത്യമാണ് എന്ന് ഞാൻ എങ്ങനെയാ നിന്നെ വിശ്വസിപ്പിക്കേണ്ടേ എന്ന് സാഡായിക്കൊണ്ട് ചോദിക്കുന്നു. ഹീജു ഇപ്പൊ അവനോട് എനിക്കെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും, എന്നിൽ നിന്നും ഒന്നും മറക്കരുത് എന്ന് പറയുന്നു. ഇത് നീ വിചാരിക്കുന്നത് പോലെയല്ല, അതൊന്നും ഹാൻഡിൽ ചെയ്യാൻ നിന്നെ കൊണ്ട് പറ്റിക്കൊള്ളണമെന്നില്ല എന്ന് സാവോൻ പറയുന്നത് കേട്ട് ഹീജു എന്തുകൊണ്ട് പറ്റില്ല, ഞാനാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ടും നീ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ എന്ന് അവനോട് ചോദിക്കുന്നു. സാവോൻ അവളോട് അവൻ മറച്ചു വെക്കുന്നത് എന്താണ് എന്ന് പറയുന്നില്ല. അതിനു പകരം സ്പോക്സ് പേഴ്സൺ, പ്രസിഡന്റിന്റെ കൊച്ചുമകൻ, പെക്കിയോങ്ങിന്റെ മകൻ എന്നിങ്ങനെ ഒരുപാട് ടൈറ്റിലുള്ള ഇപ്പൊ നിന്റെ മുന്നിലുള്ള സാവോനില്ലേ, ഒരു പക്ഷെ ഒരു ദിവസം ഈ ടൈറ്റിൽ എല്ലാം എനിക്ക് ഉപേക്ഷിക്കണം എന്നൊരവസ്ഥ വരുവാണെങ്കിൽ അത് പൂർണ്ണ മനസ്സോടെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നാൽ ഹീജുവിന്റെ സാവോൻ എന്ന ടൈറ്റിലില്ലേ, ആ ടൈറ്റിൽ എനിക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഇമോഷണൽ ആയി പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും അവളെ ഹഗ് ചെയ്യുന്നു. ഹീജു ഒരുപാട് കരയുന്നു. സാവോനും വിഷമത്തിലാണ്. ഈ ഒരു സീൻ കണ്ട് ഞാനും കിടന്ന് മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം സാവോൻ പറഞ്ഞ ആ ഒരു ഡയലോഗ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നെക്സ്റ്റ് ഈന അവളുടെ അച്ഛനെ കാണാൻ വേണ്ടി വന്നിരിക്കുവാണ്. നീ എന്തിനാ എന്നോട് പറയാതെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നേ എന്ന് ചോദിച്ചാൽ അച്ഛൻ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അതൊന്നും കെയർ ചെയ്യാതെ ഈന, ഞാൻ സാവോനെ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരുതി നിങ്ങൾ എന്നെ ഫോഴ്സ് ചെയ്യുമായിരിക്കുന്നു. എന്നാൽ നിങ്ങൾ അത് ചെയ്തില്ല, പകരം എന്നെ വിട്ടയക്കുവാണ് ചെയ്തത്. അന്ന് എനിക്ക് ചോദിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എന്നാൽ ഇന്ന് ഞാൻ ചോദിക്കുവാണ്. അതെല്ലാം അച്ഛന്റെ പ്ലാൻ ആയിരുന്നോ? ആ പേപ്പേഴ്സ് എല്ലാം എനിക്ക് സെൻഡ് ചെയ്തത് അച്ഛനായിരുന്നോ എന്നവൾ ചോദിക്കുന്നു. വീണ്ടും ഈന, ഞാൻ ആ പേപ്പേഴ്സ് കാണിച്ചു തന്ന സമയത്ത് അച്ഛൻ ഷോക്ക് ആയിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം എന്താ? ഈ കാര്യമെല്ലാം അച്ഛനെ അറിയാമായിരുന്നു എന്ന് തന്നെയല്ലേ? വീണ്ടും അവള് എന്തിനാ ഞാൻ ഈ കല്യാണത്തിൽ നിന്ന് ഓടിപ്പോണെന്ന് അച്ഛൻ വിചാരിച്ചേ? എന്നിട്ടും നമ്മുടെ ഫാമിലിയും അവരുടെ ഫാമിലിയും തമ്മിൽ വിവാഹം നടക്കുകയും ചെയ്തു. അത്രമാത്രം അവരെ ഉപേക്ഷിക്കാതിരിക്കാൻ പാകത്തിന് സാവോന്റെ മുത്തച്ഛനും അച്ഛനുമായിട്ട് എന്ത് കോൺട്രാക്റ്റാ സൈൻ ചെയ്തേ എന്ന് ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന സമയത്ത് അച്ഛൻ ആലോചിക്കുന്നത് ഈനയ്ക്ക് പകരം ഹീജുവിനെ തരാന്ന് പറഞ്ഞ് സാവോന്റെ അച്ഛനോടും അമ്മയോടും സംസാരിച്ച കാര്യമാണ്. സ്വാഭാവികമായിട്ടും സാവോന്റെ പാരന്റ്സ് അതിന് സമ്മതിക്കുന്നില്ല, അവിടുന്ന് പോകാൻ നിൽക്കുവാണ്. ഈനയുടെ അച്ഛൻ ഇതൊന്നും ആരും അറിയാൻ പോകുന്നില്ല, ഒരാൾ പോയി പകരം ഒരാൾ വന്നു, ഇത് നിങ്ങളും നേരത്തെ ചെയ്തിട്ടുള്ള കാര്യം തന്നെയല്ലേ, ഇതൊക്കെ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് എന്ന് ഒട്ടും കെയർ ചെയ്യാതെ പറയുന്നു. കൂടെ തന്നെ ഒരു കോൺട്രാക്റ്റും ഈനയുടെ അച്ഛൻ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ കോൺട്രാക്റ്റ് ആണ് ഈന പറഞ്ഞ ആ കോൺട്രാക്ട്. ഈനയുടെ ഫാമിലിയുടെ എന്താവശ്യവും അത് ഏത് നേരത്തായാലും സാവോന്റെ ഫാമിലി നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് അത്. സാവോന്റെ ഗ്രാൻഡ് ഫാദർ തന്നെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നുകൊണ്ട് പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് ഇത് എന്നാണ് ഈനയുടെ അച്ഛൻ സാവോന്റെ പാരന്റ്സിനോട് പറയുന്നത്. ഈ ഒരു എഗ്രിമെന്റ് കണ്ടുകൊണ്ട് സാവോന്റെ പാരന്റ്സ് ഷോക്ക് ആവുമായിരുന്നു കേട്ടോ ചെയ്തേ. അന്ന് സംഭവിച്ച കാര്യങ്ങൾ ഈനയുടെ അച്ഛൻ ആലോചിക്കുന്ന സമയത്ത് ഈന വീണ്ടും ചോദ്യം ചോദിക്കുവാണ്. ഞങ്ങൾക്കന്ന് കാർ ആക്സിഡന്റ് സംഭവിച്ചതിന് ശേഷം അച്ഛൻ നല്ല ദേഷ്യത്തിലായിരുന്നു. കുറ്റവാളി ആരാണെന്ന് കണ്ടുപിടിച്ചേ തീരൂ എന്ന വാശിയിലായിരുന്നു. ആ കേസുമായിട്ട് മുന്നോട്ട് പോയിരുന്ന അച്ഛൻ പെട്ടെന്ന് അതെല്ലാം സ്റ്റോപ്പ് ചെയ്തു. അതിന്റെ റീസൺ എന്താ? ഓ അങ്ങനെ അല്ലല്ലോ അല്ലേ ഞാൻ ചോദിക്കേണ്ടേ, അച്ഛൻ ആരാ സ്റ്റോപ്പ് ചെയ്തേ എന്ന് ഈന ചോദിക്കുന്നു. അച്ഛൻ വീണ്ടും കഴിഞ്ഞ കാര്യം ആലോചിക്കുവാണ്. നല്ല മഴ പെയ്യുന്നതും ഈനയുടെ അച്ഛൻ ഒരാളുടെ മുന്നിൽ തോക്ക് ചൂണ്ടി നിൽക്കുന്നതുമാണ് കേട്ടോ കാണിക്കുന്നത്. അയാളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല, എന്നാൽ അയാൾ മുട്ടുകുത്തിയിരിക്കുവാണ് ചെയ്യുന്നത്. ആ കഴിഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർക്കാൻ തീരെ താല്പര്യമില്ലാതെ അച്ഛൻ ഇതൊന്നും അല്ല നീ ഇപ്പൊ ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. സാവോനെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്ന കാര്യം നിനക്കറിയാലോ. കുറ്റവാളിക്ക് ഹീജുവിനെ കുറിച്ച് അറിയാം, അതായത് സാവോനും നിനക്കും ഹീജുവിനും എന്തായിരുന്നു സംഭവിച്ചത് അത് കുറ്റവാളിക്ക് അറിയാം എന്ന് പറയുന്നു. ഇത് കേട്ട് ഈന ഷോക്ക് ആവുകയാണ്. ഇതേ സമയം സാവോന്റെ പാരന്റ്സ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ. യൂരിയാണ് അവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. സാവോന്റെ അച്ഛൻ എപ്പോഴത്തെയും പോലെ തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും തള്ളിന് ഒരു കുറവും വരുത്താതെ ഉത്തരം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ യൂരി സാവോൻ നേരിടുന്ന ഭീഷണിയെ കുറിച്ച് ചോദിക്കുവാണ്. അതിന് അച്ഛനല്ല ആൻസർ കൊടുക്കുന്നത്, അമ്മയാണ് ഉത്തരം കൊടുക്കുന്നത്. ഇതുപോലെ ഒരു പ്രശ്നം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവരോടും പബ്ലിക്കിനോടും ഞാൻ ക്ഷമ ചോദിക്കുവാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഈ പ്രശ്നം എല്ലാം സോൾവ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ ഇത് കാരണം ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എന്റെ സാവോനാണ്. അവന്റെ അമ്മ എന്ന നിലയിൽ എനിക്ക് അവനോടൊരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് എന്ന് സാവോന്റെ അമ്മ പറയുന്നു. യൂരി അത് കേൾക്കുന്നതും ക്യാമറ കാണിച്ചുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ത് വേണേലും പറഞ്ഞോളൂ എന്ന് പറയുന്നു.
സാവന്റെ അമ്മ നേരെ ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് നിന്നോട് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നിട്ട് എന്താണ് ഓർക്കുന്നതെന്ന് അറിയോ? അന്നൊരു കൊച്ചിനെ റൂമിൽ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ആ സമയത്ത് നടന്ന സംഭവം ഒന്നുകൂടെ ആലോചിക്കുവാണ്. ആ കുട്ടി വാതിലിൽ തട്ടി കരഞ്ഞോണ്ടേ ഇരിക്കുന്നുണ്ട്. എന്ന അമ്മ അവിടെ നിലത്തിരുന്നോണ്ട് ഞാൻ നിന്നെ ലോക്ക് ചെയ്തിടുവല്ല, ഞാൻ നിന്നെ സംരക്ഷിക്കുവാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. ആ കാര്യം തന്നെ വീണ്ടും അമ്മ ക്യാമറയിൽ നോക്കിക്കൊണ്ട് ഞാൻ നിന്നെ സംരക്ഷിക്കുവാണ് ചെയ്യുന്നത് എന്ന് സാവോനോട് എന്ന പോലെ പറയുന്നു. അപ്പൊ സാവോനെ ആയിരുന്നു അമ്മ അന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ. സാവോനപ്പ കുട്ടികളെ കൊന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ? സാവോൻ ഇനി സത്യത്തിൽ വല്ല സൈക്കോയോ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലേ? അതേ ഡൗട്ട് എനിക്കും ഉണ്ട് കേട്ടോ. ഒരുപാട് കൺഫ്യൂഷൻ ആണ് ഇപ്പൊ എനിക്കുള്ള. ബൈ ദി വേ, ഇവിടെ ഹീജ് ജോലിക്ക് തിരിച്ചു കയറിയിട്ടുണ്ട് കേട്ടോ. അവളുടെ കൊളീഗ്സ് അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുവാണ്. അതെന്താണെന്നറിയോ? പരിസ്ഥിതി ദിനത്തിന്റെ പരിപാടി നടക്കുന്ന സമയത്ത് സ്പോക്സ് പേഴ്സന്റെ ഇന്റർപ്രറ്റർ ആയിട്ട് ഹീജു വർക്ക് ചെയ്യാൻ പോവാണ്. അതിന്റെ ഫയൽ കാണുന്ന ഹീജു ഒരുപാട് ഹാപ്പി ആവുകയും ചെയ്യുന്നു. ഇവിടെ ഇതേ സമയം നമ്മുടെ സ്പോക്സ് പേഴ്സൺ ഒരു ബ്രീഫിംഗ് നടത്തിക്കൊണ്ടിരിക്കുവാണ്. ആ ബ്രീഫിംഗ് കഴിയുന്നതും മൈക്കെല്ലാം ഓഫ് ചെയ്ത് ഇപ്പൊ സാവൻ റിപ്പോർട്ടേഴ്സിനോട് തനിച്ച് സംസാരിക്കുവാണ്. തനിച്ച് മീൻസ് ക്യാമറ ഒന്നും ഇല്ലാതെ, അതാണ് കേട്ടോ ഉദ്ദേശിച്ചത്, അല്ലാതെ ഒറ്റയ്ക്കല്ലേ. റിപ്പോർട്ടേഴ്സിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊന്നും ഇപ്പൊ സാവൻ സംസാരിച്ച കാര്യത്തെ കുറിച്ചല്ല, വന്ന റീത്തിനെ കുറിച്ചും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഒക്കെയാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സാവൻ തന്നെ കുറിച്ചുള്ള വിവരം അറിയാൻ വേണ്ടി മുട്ടിയിരിക്കുന്ന റിപ്പോർട്ടേഴ്സിന് ഒരു ടാസ്ക് കൊടുക്കുവാണ്. ആ കുറ്റവാളി സാവന് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കൊറിയൻ വെറൈറ്റി ഷോയിന്റെ വീഡിയോ ഇല്ലേ, ആ വീഡിയോ സാവൻ റിപ്പോർട്ടേഴ്സിന് കാണിച്ചു കൊടുക്കുന്നു. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ് ഉപയോഗിച്ച് ഈ ക്വിസ് നിങ്ങൾ സോൾവ് ചെയ്തേക്ക് എന്നാണ് അവൻ പറയുന്നത്. ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിയുന്നതും സാവോൻ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത ആളാണ് ഇന്നലെ എനിക്ക് ഈ വീഡിയോ സെൻഡ് ചെയ്ത് തന്നെ. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കും ഒന്നും മനസ്സിലായില്ലല്ലോ, ഇതാണ് ഞാൻ നിങ്ങൾക്ക് തരുന്ന ക്വിസ്, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോന്ന് നോക്ക് എന്നവൻ പറയുന്നു. ആൻസർ കണ്ടുപിടിക്കുന്ന ആളുമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂവും അവൻ ഓഫർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സ്പോക്സ് പേഴ്സന്റെ ഓഫീസിലേക്ക് ഒരു കോള് വരുവാണ്. അന്ന് കുടിച്ചുകൊണ്ടിരുന്ന സോജു ടേബിളിലേക്ക് വെച്ച ഒരാളുണ്ടായിരുന്നില്ലേ, അയാളാണ് ഇപ്പൊ സാവന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നത്. എനിക്ക് സ്പോക്സ് പേഴ്സണോട് ഒരു കാര്യം പറയാനുണ്ട് എന്ന് അയാൾ പറയുന്നു. സംഗു ഇതേ സമയം കാര്യമായിട്ട് എങ്ങോട്ടോ ഡ്രൈവ് ചെയ്ത് പോവുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഹീജു ലഞ്ച് കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റിലേക്ക് കയറാൻ വേണ്ടി വരുവാണ്. ലിഫ്റ്റിൽ സാവോനുണ്ട്. ആദ്യം അവർ സംസാരിക്കുന്നില്ല, എന്നാൽ പിന്നീട് സംസാരിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? സൈൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട്. ഫുഡ് കഴിച്ചോന്നൊക്കെയാണ് അവർ പരസ്പരം ചോദിക്കുന്നത്. എന്നാലും സാവോന്റെ സൈൻ ലാംഗ്വേജ് ഒത്തിരി ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. അവൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് അവൻ പറയുന്നത്. അവർ രണ്ടുപേരും ഒത്തിരി ഹാപ്പിയായി സൈൻ ലാംഗ്വേജിൽ സംസാരിക്കുവാണ്. ഇപ്പൊ ഓഫീസിലേക്ക് വരുന്ന സാവോന് മിസ്റ്റർ കാങ് ഒരു മെസ്സേജ് കൊടുക്കുവാണ് കേട്ടോ. അവൻ ജീവനോടെ ഉണ്ട് എന്നതാണ് ആ മെസ്സേജ്. കുറച്ച് മുന്നേ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ മെസ്സേജ് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കാര്യം മാത്രമാണ് വിളിച്ച ആള് പറഞ്ഞത്. അതിനുശേഷം അയാൾ കോള് കട്ട് ചെയ്യുമായിരുന്നു. സോ ഞാൻ പെട്ടെന്ന് തന്നെ നമ്പർ നോക്കി, ആ നമ്പറുമായിട്ട് കണക്ട് ചെയ്ത ഒരു ബിസിനസ് ആയിരുന്നു അപ്പൊ വന്നത് എന്ന് മിസ്റ്റർ കാങ് പറയുന്നു. ബിസിനസ്സോ എന്ന് സാവോന് ചോദിക്കുന്നു. ഇപ്പൊ ആ വിളിച്ച ആളുടെ ഷോപ്പാണ് കേട്ടോ കാണിക്കുന്നത്. അയാൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് എങ്ങോട്ടോ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ വരുവാണ്. ഫേസ് ഒന്നും കാണിക്കുന്നില്ല, എന്നാൽ ഡോർ തുറന്ന് ആ വ്യക്തി ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറുവാണ്. സാവനാണെങ്കിൽ ആ ബിസിനസിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിയത് വെറുതെ ഒന്നും ആയിരുന്നില്ല, അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു. അയാളുടെ കൂടെയായിരുന്നു സാവൻ തന്റെ ചെറുപ്പകാലം സ്പെൻഡ് ചെയ്തതെന്ന് തോന്നുന്നു എന്ന് പറയാൻ കാരണം ഇതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഈ എപ്പിസോഡിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അയാൾ സാവനെ നല്ല രീതിയിൽ കെയർ ചെയ്തിരുന്നതും അതിനുശേഷം ആരോ അവനെ കാറിൽ കൂട്ടിക്കൊണ്ടു പോയിരുന്നതും ഒക്കെയാണ് സാവൻ ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ആലോചിക്കുന്നത്. അയാളുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് സാവൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ഫോൺ വിളിച്ച സമയത്ത് പറഞ്ഞ മെസ്സേജിൽ ഉണ്ടായിരുന്നത് അവൻ ജീവനോടെ ഉണ്ട് എന്നായിരുന്നില്ലേ, അതിനെക്കുറിച്ചും സാവൻ ആലോചിക്കുന്നുണ്ട്. അവൻ ചെറുപ്പത്തിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സൗണ്ട് കേൾക്കുവാണ്. സോ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുന്നു. കാണുന്നത് എന്താണെന്നറിയോ? ഒരു കുട്ടിയെ ഒരാൾ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്നതാണ്. അവൻ ഞെട്ടുന്നു, ഞാൻ അതിലേറെ ഞെട്ടുന്നു. കാരണം ഞാൻ വിചാരിച്ചത് ആ വെള്ളത്തിലിട്ട് കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത് സാവനാണെന്നാണ്. പക്ഷെ സത്യത്തിൽ അങ്ങനെയല്ല. സാവൻ ഇപ്പോഴും സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അവന് സംഭവിച്ച ഇൻസിഡന്റ് കാരണമല്ല, മറ്റാർക്കോ സംഭവിച്ച ഇൻസിഡന്റ് അവൻ കണ്ടതുകൊണ്ടാണ്. ഈ ഞെട്ടി നിൽക്കുന്ന സാവന്റെ കണ്ണ് അയാൾ വന്ന് പൊത്തി പിടിക്കുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതല്ലേ, അകത്തേക്ക് പോവാൻ നോക്ക് എന്നും അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആലോചിച്ചുകൊണ്ട് സാവൻ ഇനി അവൻ ജീവനോടെ ഉണ്ട് എന്നായിരിക്കോ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് ചിന്തിക്കുന്നു. ഇതേ സമയം സാവൻ ഞാൻ ലേറ്റ് ആവുമെന്നും പറഞ്ഞ് അയച്ച മെസ്സേജ് വായിച്ചുകൊണ്ട് സെഡായിരിക്കുന്ന ഹീജുവിന്റെ അടുത്തേക്ക് ഇപ്പൊ ഈന വരുവാണ്. അവള് വെറുതെ വന്നതൊന്നും ആയിരുന്നില്ല. എന്തിനായിരുന്നു ഞാൻ ഈ വിവാഹത്തിൽ നിന്നും പിന്മാറിയത് എന്ന് ഹീജുവിനെ അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു. അവൾ കുറെ ആയിട്ട് ഒരു പേപ്പറിന്റെ കാര്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നില്ലേ, ആ പേപ്പർ ഇപ്പൊ ഹീജുവിന് കൊടുക്കുവാണ്. ഇവിടെ സാവനാണെങ്കിൽ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അന്വേഷിച്ച് വന്ന ഫിഷ് ഷോപ്പിൽ നിന്ന് പുകയൊക്കെ വരുന്നതാണ് അവൻ വരുമ്പോഴേ കാണുന്നത്. സോ അവൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ഓടുന്നു. ആ ഷോപ്പിൽ ഒരു സൈഡിൽ നിന്നായിട്ട് തീ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവന് മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാളില്ലേ, അയാൾ മയങ്ങി വീണ് കിടക്കുകയും ചെയ്യുന്നുണ്ട്. അവൻ അയാളോട് എഴുന്നേക്കാൻ പറഞ്ഞ് കരയുന്നുണ്ട്. എന്നാൽ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ല. ബോധം വരുന്നത് വരെ വെയിറ്റ്
വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നും അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അയാളെയും എടുത്തുകൊണ്ട് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സാവൻ ആ റൂമിൽ നിന്നും പുറത്തേക്ക് വരുവാണ്. ഇതേ സമയം ഒരു ഇലക്ട്രിക് സ്പാർക്ക് ഉണ്ടാവുന്നു. സ്വാഭാവികമായും അതൊരു വലിയ തീപിടുത്തത്തിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. ആ സ്പാർക്ക് ഉണ്ടായ പ്ലഗുമായി കണക്ട് ആയി കിടക്കുന്ന TV പൊട്ടിത്തെറിക്കുന്നു. അതിന്റെ ഫോഴ്സും അയാളുടെ വെയിറ്റൂടെ ആവുന്നതും സാവന് ബാലൻസ് കിട്ടുന്നില്ല, തലയിടിച്ച് വീഴുവാണ് ചെയ്യുന്നത്. ഇവിടെ ഹീജുവിന് ഈനെ ഒരു പേപ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, പെക് ക്രിയോങ്ങിന്റെ DNA-യും പെക് സാവോന്റെ DNA-യും തമ്മിൽ മാച്ച് അല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പേപ്പറാണ് അത്. അതായത് സാവൻ പെക് ഫാമിലിയിൽ പെട്ട ഒരാളല്ല എന്നതിന്റെ തെളിവാണത്. എനിക്ക് വലിയൊരു അത്ഭുതമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. സാവൻ അവരുടെ മകനല്ലാന്ന് എവിടേക്കോ എനിക്കൊരു തോന്നൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ പേപ്പേഴ്സ് കണ്ട് ഹീജു അത് മാറ്റി വെക്കുവാണ് ചെയ്യുന്നത്. ഈന, നിനക്ക് ഈ കാര്യം നേരത്തെ അറിയായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഹീജു ഇല്ലാന്ന് പറയുന്നു. എന്നിട്ടും ഇതൊരു പ്രശ്നമല്ലാന്നാണോ നീ പറയുന്നത് എന്ന് ഈന ചോദിക്കുന്നത് കേട്ട് ഹീജു, സാവൻ അവളോട് ഏത് ടൈറ്റിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നാലും ഹീജുവിന്റെ സാവൻ എന്ന ടൈറ്റിൽ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ആലോചിക്കുന്നത്. ഇതേ സമയം ഇവിടെ സാവൻ വലിയൊരു അപകടത്തിലാണ് എന്നത് ഹീജു അറിയുന്നില്ല. അവൻ അയാളുടെ കൂടെ തന്നെ ബോധം പോയി കിടക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഷോപ്പാണെങ്കിൽ മുഴുവനായിട്ട് തീ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ കാണിക്കുന്നത് എന്താണെന്നറിയോ, അവരന്ന് ട്രിപ്പിന് പോയിട്ടുണ്ടായിരുന്നില്ലേ, ആ ഫോട്ടോസ് ഇപ്പൊ വന്നിട്ടുണ്ട്. ഹീജുവും കൊളീഗ്സും അത് നോക്കിക്കൊണ്ടിരിക്കുവാണ്. ഓരോ ഫോട്ടോയും അവൾ സ്മൈൽ ചെയ്തുകൊണ്ടാണ് കാണുന്നത്. എന്നാൽ കുറച്ച് കഴിയുന്നതും അവളുടെ കണ്ണ് നിറയുവാണ്. കാരണം എന്താണെന്നറിയോ, സാവനും ഹീജുവും ഉള്ള ഏതെല്ലാം ഫോട്ടോയുണ്ടോ ആ ഫോട്ടോയിലെല്ലാം സാവൻ ഹീജുവിനെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. അന്ന് അവളെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് ഈ ഫോട്ടോസിലൂടെ ഇതെല്ലാം കാണുമ്പോൾ കരയാൻ മാത്രമേ അവളെ കൊണ്ട് പറ്റുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഒരുപാട് കൺഫ്യൂഷൻസും ഇത്തിരി ട്വിസ്റ്റും ഒക്കെ തന്നുകൊണ്ടാണ് 8ാമത്തെ എപ്പിസോഡ് ഇവിടെ തീരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.